നമസ്കാരം. I myself RJ Hridya and this is me RJ Shamsia on Timeless Tunes ഹൃദയം കൊണ്ട് കേൾക്കാം. ഷംസി, ഈ പാട്ട് ഏത് സിനിമയിലാണെന്നും ആര് പാടിയതാണെന്നും അറിയോ നിനക്ക്? പിന്നെ അറിയാതെ, ഇത് നമ്മുടെ ഫഹദിക്ക് അഭിനയിച്ച അന്നയും റസൂലും എന്ന സിനിമയിലെ ഷഹബാസ് അമ്മൻ പാടിയ പാട്ടല്ലേ? യെസ്. എന്നാൽ ഞാൻ നിനക്ക് വേറൊരു ട്രാക്ക് കേൾപ്പിച്ചു തരാം. നീ ഇതൊന്ന് കേൾക്ക്. കണ്ടു രണ്ട് കണ്ണ് കഥകിൻ മറവിൽ നിന്ന് കരിനില കണ്ണുള്ള പെണ്ണ്. നീ ഈ പാട്ട് കേട്ടിട്ടില്ലേ? ഇതിന് ഇങ്ങനൊരു വേർഷൻ ഉണ്ടോ? യെസ്, ഉണ്ട്. നമ്മുടെ ബാബുക്കയുടെ പാട്ടാണ്, കോഴിക്കോടിന്റെ സ്വന്തം ബാബുക്കയുടെ. ഇതാണ് ഒറിജിനൽ. ഇന്നത്തെ ടൈംലെസ് ട്യൂൺസ് ബാബുക്ക സ്പെഷ്യൽ എപ്പിസോഡാണ്. കേട്ടാലോ നമുക്ക് കുറേ നല്ല ഓർമ്മകളും പാട്ടുകളും. 1957 ഇതുപോലൊരു മെയ് മാസത്തിലാണ് കോഴിക്കോടിന്റെ തെരുവുകളിൽ മാത്രം പെയ്തിരുന്ന ഗസൽ മഴ ആദ്യമായി മലയാളികൾ മുഴുവനായും നനയുന്നത്. രാമു കാര്യേട്ട് സംവിധാനം ചെയ്ത മിന്നാമിനിങ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു അത്. ആദ്യ ഗാനം. പ്രശസ്ത ബംഗാളി ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ജാൻ മുഹമ്മദ് ഖാൻ ആയിരുന്നു പിതാവ്. സംഗീതത്തിന്റെ വേരും അതുതന്നെ. കോഴിക്കോട്ടുകാരി മാതാവ്. എന്നാൽ അനാഥമാക്കപ്പെട്ട ബാല്യം അദ്ദേഹത്തെ തെരുവിന്റെ ഗായകനാക്കി. ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് കുഞ്ഞു മുഹമ്മദ് എന്ന കലാസ്നേഹിയായ പോലീസുകാരൻ. നാടക സംഗീത സംവിധായകനായിട്ടായിരുന്നു തുടക്കം. മുഹമ്മദ് കാക്കാട് കണ്ടം വെച്ച കോട്ടിടാത്ത മലയാളി ഉണ്ടോ? തൊഴിലാളികളെ കൊള്ളയടിക്കണ മുതലാളികളുടെ കോട്ടല്ല, കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ കണ്ണീരൊപ്പണ കോട്ടാണ്. ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്. നാടൻ ശീലികൾ കൊണ്ടും ലാളിത്യം കൊണ്ടും സമ്പന്നമായിരുന്നു ബാബുക്കയുടെ ഇടങ്ങൾ. ഇതിലും സ്നേഹത്തോടെ എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ കാത്തിരിക്കാനാവുക? ഉത്തരേന്ത്യൻ സംഗീതത്തിന്റെയും ദക്ഷിണേന്ത്യൻ സംഗീതത്തിന്റെയും മനോഹരമായ ലയനം അദ്ദേഹത്തിന്റെ സംഗീതത്തിൽ കാണാം. ഹാർമോണിയത്തിൽ നാദഭ്രമം സൃഷ്ടിക്കുന്ന മഹാപ്രതിഭ. വിരഹവേദനകളും മനുഷ്യവികാരങ്ങളുടെ അതിതീവ്രതയും ആ ഈണങ്ങളിൽ തങ്ങി നിൽക്കുന്നു. അദ്ദേഹത്തിന് കാത്തുവച്ചത് വീണ്ടും പരീക്ഷണങ്ങളായിരുന്നു. പക്ഷാഘാതം തളർത്തിക്കളഞ്ഞ കൈവിരലുകൾ കൊണ്ട് അവസാനമായി അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിക്കുന്നത് 1978 ഹരിഹരൻ സംവിധാനം ചെയ്യുന്ന യാഗാശ്വം എന്ന ചിത്രത്തിലൂടെയാണ്. വെളിച്ചം വിളക്കണച്ചു. 21 വർഷം മാത്രം നീണ്ടുനിന്ന സംഗീത സപര്യയിൽ തന്നെ വിസ്മൃതപ്പെടാൻ അനുവദിക്കാത്ത വിധം അദ്ദേഹം മായാജാലം തീർത്തു. അരനൂറ്റാണ്ടിനിപ്പുറവും സംഗീതത്തെ അനശ്വരമാക്കി ബാബുക്ക എന്ന വെളിച്ചം ഇന്നും നമ്മോടൊപ്പമുണ്ട്. അതെ, ബാബുക്ക നമ്മുടെ കൂടെ തന്നെയുണ്ട്. മറ്റൊരു ഇമോർട്ടൽ മ്യൂസീഷ്യനും മ്യൂസിക്കുമായി ടൈംലെസ് ട്യൂൺസിന്റെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കേൾക്കാം. Until then, stay tuned. This is me RJ Shamsi and RJ Hridya signing off. Timeless Tunes ഹൃദയം കൊണ്ട് കേൾക്കാം, presented by Frequency.